ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലൈൻ സ്പേസിംഗ് ആണ്. ഓക്കെ, സോ ലൈൻ സ്പേസിങ്ങിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു കമാൻഡാണ്, അല്ലെങ്കിൽ ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിങ്. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണ് ലൈനിൻ്റെ സ്പേസിങ്ങും പാരഗ്രാഫിൻ്റെ സ്പേസിങ്ങും ഒക്കെ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ എൻ്റെയർ ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്തു. ദെൻ അവിടെ പോയിട്ട് ഞാൻ അതിൻ്റെ ലൈൻ സ്പേസ് സെറ്റ് ചെയ്യാണ്. ഇതുണ്ടോ? ഓക്കെ, ബൈ ഡിഫാൾട്ടായിട്ട് 1.0 ഉണ്ട്, 1.15 ഉണ്ട്, 1.5 ഉണ്ട്, 2.0. ഓക്കെ, ബൈ ഡിഫാൾട്ടായിട്ട് 1.15 ആയിരിക്കും സാധാരണ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാം, നമുക്ക് ഡിപ്പെൻസ് ഓൺ ദ ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, ഡോക്യുമെൻറ്റ്സിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഞാനിവിടെ 1.15 സെറ്റ് ചെയ്തു. അപ്പോൾ എല്ലാ ലൈനും കറക്റ്റ് സ്പേസിങ്ങിലായിരിക്കും അത് പോകുക. ഇനി സപ്പോസ് എനിക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫ് ഞാൻ സെലക്ട് ചെയ്തു. ഈ സെക്കൻഡ് പാരഗ്രാഫിൻ്റെ ഇതിനും തൊട്ട് മുകളിലും താഴെയുമായിട്ട് എനിക്ക് സ്പേസ് ആഡ് ചെയ്യണമെങ്കിൽ നോക്കിയാൽ മതി. ആഡ് സ്പേസ് ബിഫോർ പാരഗ്രാഫ്, ആഡ് സ്പേസ് ആഫ്റ്റർ ദ പാരഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ മതി. ഞാനിവിടെ ആദ്യമേ ഞാൻ സ്പേസുകളെല്ലാം റിമൂവ് ചെയ്യാം. റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് കിടപ്പുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാനത് മാറ്റി. ഓക്കെ, ഞാൻ സെക്കൻഡ് പാരഗ്രാഫ് എടുത്തു. എനിക്ക് അതിൻ്റെ തൊട്ട് മുകളിൽ ഒരല്പം സ്പേസ് വേണമെങ്കിൽ നമുക്ക് ആഡ് സ്പേസ് ബിഫോർ പാരഗ്രാഫ് കൊടുക്കാം. ഇനി ആ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ സ്പേസ് എനിക്ക് താഴെയും വേണമെന്നുണ്ടെങ്കിൽ ആഡ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ലൈൻ സ്പേസ് ആണ് ഇവിടെ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞത്, ദെൻ പാരഗ്രാഫ് സ്പേസ് ആണ് രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ കൂടുതൽ ഓപ്ഷൻസിലേക്ക് പോകാം. അതാണ് ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടുതൽ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഏരിയയാണ് സ്പേസിങ്. ഓക്കെ, ഇപ്പം നമുക്ക് പറയുന്നുണ്ട് പാരഗ്രാഫ് സ്പേസിങ് ബിഫോർ എത്ര വേണം, ആഫ്റ്റർ എത്ര വേണം, ലൈൻ സ്പേസിങ് ഏത് വേണമെന്ന് നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാനിവിടെ എൻ്റെയർ പാരഗ്രാഫ് സെലക്ട് ചെയ്തു. ലൈൻ സ്പേസിങ്ങിൻ്റെ കൂടുതൽ ഓപ്ഷൻസിലേക്ക് പോവുകയാണ്. ലൈൻ സ്പേസിങ് ഓപ്ഷൻസ്, അവിടെ ഞാൻ ബിഫോർ ഞാൻ സെറ്റ് ചെയ്യുകയാണ്, 6 കൊടുത്തു. ഇതൊരു പാരഗ്രാഫ് സ്പേസിംഗ് ആണ്. ആഫ്റ്റർ എന്ന് പറയുന്നത് ഞാൻ 6 കൊടുത്തു. ലൈൻ സ്പേസിങ് എനിക്ക് 1.5 ലൈൻസ് മതി. ദെൻ ഓക്കെ കൊടുത്തു. ആ ഒരു രീതിയിലുള്ള സ്പേസിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ലൈൻ സ്പേസിങ് ആൻഡ് പാരഗ്രാഫ് സ്പേസിംഗ് ആണ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.